കാർട്ടൂൺ വരയ്ക്കാനായിട്ട് 3 വരകൾ മാത്രം അറിഞ്ഞാൽ മതി. 3 ലളിതമായ വരകൾ. ഒരു വളഞ്ഞ വര, അടുത്ത വളഞ്ഞ വര, ഒരു നേർവര. ആരാണ് ഇത്? ആരെയായിരിക്കും വരയ്ക്കാൻ ഞാൻ ഉദ്ദേശിച്ചത്? ഇതൊരു വലിയ പോസ്റ്ററാണ് അല്ലേ? വനനശീകരണത്തിനെതിരായിട്ടുള്ള ഒരു പോസ്റ്ററാണ്. നമുക്കറിയാവുന്ന വളഞ്ഞ വരകൾ ഈ രീതിയിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്താൽ ഇത് ആരായി മാറും? ഈ ശേഖരിച്ച വെള്ളത്തിനായിട്ട് ഇവർ തമ്മിൽ അടിയുണ്ടാവുന്നു, തർക്കമുണ്ടാവുന്നു. ഓക്കെ, വെരി ഗുഡ്. 2 മിനിറ്റ് കൊണ്ട് വരച്ച ചിത്രമാണ്. എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും കാണുന്നുണ്ടോ എന്നെ? നിങ്ങൾക്ക് കാർട്ടൂൺ വരയ്ക്കാൻ ഇഷ്ടമാണോ? വരയ്ക്കാൻ എല്ലാവരുടെ കയ്യിലും പേപ്പർ ഉണ്ടോ? വരയ്ക്കണ്ടേ? നമുക്ക് അടുത്ത അരമണിക്കൂറിനുള്ളിൽ നമുക്ക് കാർട്ടൂണുകൾ വരയ്ക്കാം. അതെങ്ങനെ വരയ്ക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, കാർട്ടൂൺ കാണുമ്പോൾ നമുക്ക് എന്ത് ഫീലിങ്സ് ആണ് വരുന്നത്? കരച്ചിലാണോ വരാറുള്ളത്? അല്ല, എന്താണ് വരാറുള്ളത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാർട്ടൂണുകൾ ഏതൊക്കെയാണ്? പിന്നെ വേറെ ഇതെല്ലാം അനിമേറ്റഡ് കാർട്ടൂൺസ് ആണ് അല്ലേ? ടി വിയിൽ കാണുന്ന കാർട്ടൂൺസ് ആണ്. ഇത് കൂടാതെ പത്രങ്ങളിലൊക്കെ വരുന്ന ക്യാരക്ടേഴ്സ് നിങ്ങൾ കാർട്ടൂണുകൾ കാണാറുണ്ടോ? പത്രങ്ങളിൽ കാർട്ടൂണുകൾ രാഷ്ട്രീയ നേതാക്കളൊക്കെ കഥാപാത്രമാവുന്നത് കണ്ടിട്ടുണ്ടോ? മോള് കണ്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ, ആരൊക്കെയാണ് അതിൽ ക്യാരക്ടേഴ്സ് ആവുന്ന? ആരൊക്കെയാണ്? മന്ത്രിമാരൊക്കെയാണ് അല്ലേ? ഓക്കെ, നമുക്ക് അത്തരം കാർട്ടൂണുകളും വരയ്ക്കാം. അപ്പോൾ കാർട്ടൂൺ വരയ്ക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ എക്സസൈസ് ഉണ്ട്. നിങ്ങളെല്ലാവരും പേന പേപ്പർ എല്ലാം താഴെ വെക്കൂ, മടിയിൽ വെക്കൂ. എല്ലാവർക്കും എന്നെ കാണുന്നുണ്ടോ? എൻ്റെ കയ്യിലിരിക്കുന്ന വലത് കയ്യിലിരിക്കുന്ന ഈ മൈക്ക് ഇടത് കയ്യിലൂടെ ഇതിൻ്റെ മുകളിലൂടെ ഞാൻ പതുക്കെ ഇങ്ങനെ കറക്കി കൃത്യം ഈ പൊസിഷനിൽ എത്തുമ്പോൾ നിങ്ങൾ ഒരു തവണ കൈയടിക്കണം. ഒരു തവണ. ഇപ്പം നമ്മൾ 100 പേരുണ്ടെങ്കിൽ 100 കൈയടി ശബ്ദം നമ്മൾ കേൾക്കുമോ? എല്ലാവരും ഒരുമിച്ച് അടിച്ചാൽ ഇല്ല, ഒറ്റ ശബ്ദമേ കേൾക്കൂ. ഒരാൾ തെറ്റിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ എക്സസൈസ് റിപ്പീറ്റ് ചെയ്യും. റെഡിയാണോ? ശ്രദ്ധിച്ചിരിക്കണം. ഒരാൾ തെറ്റിച്ചാൽ നമ്മൾ രണ്ടാമത് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇവിടെ എത്തുമോ കേട്ടോ? ഒരു തവണ ഒന്നുകൂടെ ശരിയാവണം. വെരി ഗുഡ്. അപ്പൊ കാർട്ടൂണുകൾ നമ്മൾ സംസാരിക്കുന്നത് എന്തിനാ നമ്മൾ സംസാരിക്കുന്നത് എന്തിനാ? ആശയവിനിമയം ചെയ്യാനാണ് അല്ലേ? ആശയവിനിമയം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യം മറ്റൊരാൾക്ക് മനസ്സിലാവണം അല്ലേ? നമ്മളിപ്പോൾ മലയാളത്തിൽ സംസാരിക്കുന്നു, മലയാളം അറിയുന്ന ആളുകൾക്ക് മാത്രമേ നമ്മൾ പറയുന്നത് മനസ്സിലാവൂ. പക്ഷെ ചിത്രങ്ങളുടെ ഭാഷ ലോകത്തെ എല്ലാവർക്കും മനസ്സിലാവും അല്ലേ? ചിത്രങ്ങളുടെ ഭാഷയിലൂടെയാണ് നമ്മൾ വരയ്ക്കുന്നത്. കാർട്ടൂൺ വരയ്ക്കാനായിട്ട് 3 വരകൾ മാത്രം അറിഞ്ഞാൽ മതി. 3 ലളിതമായ വരകൾ. അതായത് ഈ വര, ഈ വര, ഈ വര. ഏതൊക്കെയാണ് വരകൾ? 1 നേർവര, 1 ചെരിഞ്ഞ വര, 1 വളഞ്ഞ വര. ഈ 3 വരകൾ വരയ്ക്കാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഇല്ല. ഈ 3 വരകൾ അറിഞ്ഞാൽ നമുക്ക് ലോകത്തുള്ള ഏത് ചിത്രവും വരയ്ക്കാം. ഉദാഹരണത്തിന് ഒരു വീട്, കുട്ടികൾ വീട് വരയ്ക്കുന്നത് എങ്ങനെയാണെങ്കിൽ ഈ വരയെ നമ്മൾ പലതരത്തിൽ അറേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ? പല രീതിയിൽ ഈ വരയെ, ഒരേ വര തന്നെയാണത് അല്ലേ? ഈ വര തന്നെയാണ്, ഇത് ചെരിഞ്ഞ് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? ഈ വരയെ പല രീതിയിൽ അറേഞ്ച് ചെയ്തതാണ് എന്ത്? ഒരു വീട് അല്ലേ? ഇതിനോട് കുട്ടികൾ വരയ്ക്കുന്ന രീതിയിലുള്ള തെങ്ങ് എങ്ങനെയാണ് വരയ്ക്കുന്നത്? ഒരു വളഞ്ഞ വര, അതിന് മുകളിലൂടെ ഇത്രയല്ലേ ഉള്ളൂ. കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? മനസ്സിലായോ? ഇതുപോലെ ലോകത്തുള്ള എല്ലാ ചിത്രങ്ങളുടെയും അടിസ്ഥാനം ഈ 3 വരകളാണ്. ഇനി എങ്ങനെയാണ് ഈ ചിത്രങ്ങളിലൂടെ ഈ 3 വരകൾ മാത്രം ഉപയോഗിച്ച് ആളുകളെ വരയ്ക്കുന്നത് എന്ന് പറഞ്ഞു തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന, ഇന്ത്യയിൽ മുഴുവൻ അറിയാവുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ വരയ്ക്കാം. 2 വളഞ്ഞ വര മാത്രമേ ഉപയോഗിക്കൂ. ആരാണെന്ന് പറയണം. നോക്കൂ, ഒരു വളഞ്ഞ വര, അടുത്ത വളഞ്ഞ വര, ഒരു നേർവര. ആരാണ്?
ഗാന്ധിജി അല്ലേ? 3 വരകൾ മാത്രമാണ് ഉപയോഗിച്ചത്. പക്ഷെ അത് ഗാന്ധിജിയാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു. എങ്ങനെയാണ് ഇത് ഗാന്ധിജിയാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞത്? ഗാന്ധിജിയുടെ മുൻഭാഗമാണോ വരച്ചത്, ഫ്രണ്ടാണോ വരച്ചത്? അല്ല. പക്ഷേ എന്നിട്ട് നിങ്ങൾ തിരിച്ചറിയാൻ കാരണം ഗാന്ധിജി എന്ന നേതാവ്, ആ നേതാവിൻ്റെ രൂപം നിങ്ങളുടെ മനസ്സിൽ ഉണ്ട്, എല്ലാവരുടെയും മനസ്സിലുണ്ട്. ആ മനസ്സിലുള്ള രൂപത്തെ 3 വരകളിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ടാണ് പറ്റുന്നത്. ഇനി ഈ അന്തരിച്ചു പോയ ഒരു മുൻ മുഖ്യമന്ത്രിയുടെ ചിത്രം ഞാൻ വരയ്ക്കാം. ആരാണ് എന്ന് നിങ്ങൾ പറയണം. ഞാൻ ഒരൊറ്റ വരയെ വരയ്ക്കുള്ളൂ. ഞാൻ ആരെ വരയ്ക്കാൻ ഉദ്ദേശിച്ചു എന്ന് പറയണം. ഇത് ആരെയായിരിക്കും വരയ്ക്കാൻ ഞാൻ ഉദ്ദേശിച്ചത്? ആരാണ്? അതാണ്. ഒരു വളഞ്ഞ വര മാത്രമേ നമ്മൾ വരച്ചുള്ളൂ അല്ലേ? എന്താ പറഞ്ഞത്? ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞു. വളഞ്ഞ വരകൾ, കുറെ വളഞ്ഞ വരകൾ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്താൽ, അതായത് ഈ വളഞ്ഞ വരയ്ക്ക് താഴെ കുറച്ച് വളഞ്ഞ വരകൾ ഇങ്ങനെ, ഒരു വളഞ്ഞ വര ഇങ്ങനെ, അടുത്ത വളഞ്ഞ വര, അടുത്ത വളഞ്ഞ വര, ഇങ്ങനെ ഒരു വളഞ്ഞ വര, വളഞ്ഞ വര, ഒരു കുത്ത്, വളഞ്ഞ വര, കുറെ വളഞ്ഞ വരകൾ ഇങ്ങനെ 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 വരച്ച്, ഇങ്ങനെ വരച്ചാൽ അത് ആരായി മാറും? മനസ്സിലായോ? ഒരൊറ്റ വരയെ നമ്മൾ വരയ്ക്കുന്നുള്ളൂ. ആ വരയെ കൃത്യമായി നമ്മൾ അറേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി മറ്റൊരു എക്സാമ്പിൾ കാണിക്കാം. ഇത് മറ്റൊരു മുൻ മുഖ്യമന്ത്രിയെ തന്നെയാണ് വരയ്ക്കുന്നത്. ഇത് ആരായിരിക്കും എന്ന് നിങ്ങൾ പറയണം. ഇതാരായിരിക്കും? ആരാണ്? ഓക്കെ. നിങ്ങൾക്ക് ഈ ചിത്രം കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? എന്തായിരിക്കും? കുട്ടികൾക്ക് എന്താ തോന്നുന്നത്? തവളയാണെന്ന് തോന്നുന്നു അല്ലെ? മുതിർന്ന ആളുകൾക്ക്, അധ്യാപകരടങ്ങുന്ന മുതിർന്ന ആളുകൾക്ക് എന്താണ് തോന്നുന്നത്? ആരായിരിക്കും? ഏത് രാഷ്ട്രീയ നേതാവായിരിക്കും? അവർ പറയുന്നു കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവൊക്കെ ആയിരുന്നുള്ള ബഹുമാനപ്പെട്ട VS അച്യുതാനന്ദനാണ് എന്നാണ് മുതിർന്ന ആളുകൾ പറയുന്നത്. 2 അഭിപ്രായം ഇവിടെ വന്നതുകൊണ്ട് നമുക്ക് 2 ചിത്രങ്ങൾ വരയ്ക്കാം. അതേ ചിത്രം തന്നെ നമുക്കിവിടെ കോപ്പി ചെയ്യാം. ഈ ബോർഡിൽ ഇത്രയും സ്ഥലമുള്ളത് കൊണ്ട് നമുക്ക് 2 ചിത്രങ്ങൾ ഇവിടെയും വരയ്ക്കാം. ഓക്കെ. ഇനി ചോദ്യം കുട്ടികളോടാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് തവളയാണെന്ന് തോന്നിയത്? തവളയുടെ രൂപഭാവങ്ങൾ ആ ചിത്രത്തിനുണ്ട് അല്ലേ? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇത് ശരിക്കും ഒരു തവളയുടെ ചിത്രം തന്നെയാണ്. ഈ രീതിയിൽ വരച്ചാൽ ഇത് തവളയുടെ ചിത്രമായിട്ട് നമുക്ക് അതിനെ മാറ്റാൻ പറ്റും. പക്ഷേ മുതിർന്ന ആളുകൾ എന്ത് പറഞ്ഞു? അധ്യാപകരടക്കമുള്ള ആളുകൾ എന്ത് പറഞ്ഞു? നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട VS അച്യുതാനന്ദനാണെന്ന് പറഞ്ഞു. നമുക്കറിയാവുന്ന വളഞ്ഞ വരകൾ ഈ രീതിയിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്താൽ ഇത് ആരായി മാറും? മനസ്സിലായോ? ഇനി 2 ചിത്രങ്ങളിലൂടെ ബാക്കിയുണ്ട് അല്ലേ? നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാണ് പ്രധാനമന്ത്രി? ഇതേ ചിത്രത്തിനെ തന്നെ ഇങ്ങനെ വരച്ച് ഇവിടെ നമ്മൾ താടി വരച്ചതിന് ശേഷം ഇങ്ങനെ വരച്ചാൽ ഇത് ആരായി മാറും? ഇനി നേരത്തെ ക്വിസിൽ ചോദിച്ചത്, ഈയിടെ അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഉണ്ടെന്ന് പറഞ്ഞു. ആരാണ്? അതെ, ഇതേ ചിത്രത്തിന് തന്നെ ഒരു തലപ്പാവ് വെച്ച് ഇങ്ങനെ വരച്ച് താടി വരച്ച് ഇങ്ങനെ വരച്ചാൽ അത് ആരായി മാറും? മൻമോഹൻ സിംഗ് ആയി മാറും. അപ്പോ ഈ ചിത്രങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിലുള്ളത് പഠിക്കേണ്ടത് എങ്ങനെയാണ് വരയ്ക്കേണ്ടത് പഠിക്കണ്ടേ? ഓക്കെ, റെഡി. ഇത് പഠിക്കാനായിട്ട് നമുക്ക് ഇമാജിനേഷൻ എന്ന് പറഞ്ഞ ഒരു കഴിവ് അത് നമുക്ക് വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. എങ്ങനെയാണ് ഇമാജിനേഷൻ വളർത്തിയെടുക്കുക എന്നുള്ളത് ഇപ്പോൾ നമുക്ക് പറയാം. ഓക്കെ, ഒരു വരയെ വരച്ചു. ഒരു ചോദ്യമാണ്, ഈ വരയിൽ തൊടാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ വരയെ എങ്ങനെയാണ് വലുതാക്കാൻ പറ്റുന്നത്? അതിനടുത്ത് ചെറിയൊരു വര വരയ്ക്കുന്നു. ഞാൻ പറയുന്നു ഇതൊരു കുട്ടിയാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇതാരാണ്? അച്ഛനാവാം, അമ്മയാവാം, ചേച്ചിയാവാം, ചേട്ടനാവാം, അനിയനായിക്കൂടെ? അനിയനാവാം, ഹൈറ്റുള്ള അനിയനാവാം. ഓക്കെ, ഇത് കുട്ടിയാണെങ്കിൽ ഇത് ആരാണ്? ഇതൊക്കെ ആരാണ്? കുട്ടികളാണ്. ആ കുട്ടികൾ എന്താണ് ചെയ്യുന്നത്? ഇമാജിൻ ചെയ്യൂ. കുട്ടികൾ എന്താണ് ചെയ്യുന്നത്? ചിത്രം നോക്കൂ. കുട്ടികൾ വരി നിൽക്കുകയാണ്. കുട്ടികൾ വരി നിൽക്കുന്നത് എവിടെയാണ്? സ്കൂളിലാണ്. കുട്ടികൾ വരി നിൽക്കുന്ന സ്കൂളിലാണെങ്കിൽ ഇതാരാണ്?
ടീച്ചർ, കുട്ടികൾ വരി നിൽക്കുന്നത് സ്കൂളിൽ ടീച്ചറുടെ മുന്നിലാണെങ്കിൽ ഇത് എന്താണ് അവിടെ നടക്കാൻ പോകുന്നത്? അസംബ്ലിയാണ് നടക്കാൻ പോകുന്നത് അല്ലേ? നോക്കൂ, നമ്മൾ ബോർഡിൽ ആകെ 3-4 വരകൾ മാത്രമേ വരച്ചുള്ളൂ. നിങ്ങളുടെ മനസ്സിൽ എന്തുണ്ട്? വലിയൊരു സ്കൂള്, അവിടെ കുട്ടികൾ വരി നിൽക്കുന്നു, അസംബ്ലി തുടങ്ങാൻ പോവുകയാണ്. അങ്ങനെ അസംബ്ലി തുടങ്ങുന്നതിന് മുമ്പ് എന്ത് സംഭവിച്ചു? ഒരു കുട്ടി, എന്താ കാരണം? വെയിലാണ് അല്ലേ? ഓക്കെ, വെയിലാണ്, സൂര്യൻ, അവിടെ ചൂടുണ്ട്. അപ്പൊ സമയം എത്രയായിട്ടുണ്ടാവും? എന്തായാലും വെയിലുള്ളൊരു സമയം. പക്ഷെ നമ്മൾ ഏതാനും വരകൾ കൊണ്ട് മാത്രം നമ്മൾ ഒരു വലിയ ഒരു സ്കൂള്, അവിടെ അസംബ്ലി നടക്കുന്ന പശ്ചാത്തലം, സമയം എല്ലാം നമ്മൾ പറഞ്ഞു അല്ലേ? ഇനി ഇതുപോലെ എങ്ങനെയാണ് ഇമാജിനേഷൻ വളർത്തുക എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇത്. ഇത് ഒരു ജനലാണ്. ജനൽ കാണുന്നുണ്ടോ? പുസ്തകം തുറന്നു വെച്ചിരിക്കുകയാണ്, കാണുന്നുണ്ടോ? ബാസ്കറ്റ് ബോൾ കോർട്ടാണ്, കാണുന്നുണ്ടോ? പിന്നെ വേറെന്താണ്? പറഞ്ഞോളൂ. ശരി, കുഴപ്പമില്ല. ഇത് ഇങ്ങനെ വരച്ചു. ഇത് അയ കെട്ടിയതാണ്, റോഡാണ്. പിന്നെ വേറെന്തൊക്കെ ഇമാജിനേഷൻ ഉണ്ട്? കടൽ. ഇതെന്താണ്? ജെറിയുടെ മാളമാണ്, കാണുന്നുണ്ടോ? ജെറിയുടെ മാളം കാണുന്നുണ്ടോ? സിനിമ ടിക്കറ്റ് കൗണ്ടർ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. റോഡിലുള്ള ഹമ്പ് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ, ഇത് വേറെന്താണ്? നിങ്ങൾ ആദ്യം പറഞ്ഞത് എന്താണ്? സൂര്യൻ. ഇത് സൂര്യനാണെങ്കിൽ ഇതെന്താണ്? ആകാശം. ഇതോ? കടൽ അല്ലേ? നമ്മൾ പേപ്പറിൽ ബോർഡിൽ 2 വരകളെ വരച്ചുള്ളൂ, പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ആകാശവും ഭൂമിയും ഉണ്ട്. ഓക്കെ, ഇനി ഇതേ ചിത്രം തന്നെ തിരിച്ച് വെച്ചാൽ ഇത് എന്തായിരിക്കും? ഒരു കുഴിയായിരിക്കാം, വെള്ളത്തുള്ളി ആയിരിക്കാം, തേനീച്ചക്കൂടാവാം, CCTV ക്യാമറയാവാം. കാണുന്നുണ്ടോ? CCTV ക്യാമറ കാണുന്നുണ്ട്. ടീഷർട്ട് കാണുന്നുണ്ടോ? ടീഷർട്ട് നോക്കൂ, ഇവിടെ കൈ എവിടെയാണ്? ടീഷർട്ടിന്റെ കഴുത്ത്. ഓക്കെ, കാണുന്നുണ്ടോ? ഞാനൊരു ക്ലാസ്സിൽ ഒരു കുട്ടിയോട് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു ഇത് ജീസസ് ക്രൈസ്റ്റ് ആണെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ജീസസ് ക്രൈസ്റ്റിനെ കാണാൻ പറ്റുന്നുണ്ടോ ഇതില്? ഇല്ല. ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള രൂപം എന്താണ്? രൂപം? ഒരാൾ കാണിക്കൂ, എണീറ്റ് നിന്ന്. എങ്ങനെയാണ്? ഒരു ആൺകുട്ടി, ആരെങ്കിലും ഒരാൾ കാണിച്ചോളൂ. എങ്ങനെയാണ്? കുരിശിൽ കിടക്കുന്ന രൂപമാണ് അല്ലേ? എങ്ങനെയാണ് അത്? കാണിക്കൂ മോനെ, ഒന്ന് കാണിക്കൂ. ജീസസ് ക്രൈസ്റ്റ് എങ്ങനെ? ഒരാൾ കയറി വരൂ. വരൂ, ഒരാൾ വരൂ. ആരെങ്കിലും ഒരാള് ഓടിവാ. മിന്ന വരൂ. മിന്ന കുട്ടികളുടെ പ്രധാനമന്ത്രിയായിരുന്ന മിന്ന തന്നെയാണോ ഒന്ന്? എങ്ങനെയാണ് മിന്ന ജീസസ് ക്രൈസ്റ്റ് രൂപം കാണിക്കൂ ക്രൂസിൽ. ഓക്കെ, റെഡി. തല അങ്ങനെ നിന്നോളൂ. തല കുറച്ച് താഴ്ത്തിയിട്ടോളൂ. ഓക്കെ, ഈ രൂപമാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കൂ, ഒരു ക്യാമറ, ഒരു ഡ്രോൺ ഇവിടെ പറന്ന് നടക്കുന്നുണ്ട്. ഒരു ഡ്രോൺ മുകളിൽ പോയിട്ട് ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അതല്ലേ ഇത്? അല്ലേ? ശരിയാണോ? കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? അതിന് ശരി മിന്ന, താങ്ക് യു മിന്ന. അപ്പോൾ ഇത് പെർസ്പെക്റ്റീവാണ്. ഏത് വീക്ഷണകോണിലാണ് നിങ്ങൾ കാര്യങ്ങളെ കാണുന്നത് എന്നുള്ളത് കൂടി ഇവിടെ പ്രധാനമാണ്. മനസ്സിലായോ? അപ്പോൾ ഇനി എങ്ങനെയാണ് ചെറിയ വരകളിലൂടെ ഒരു കാർട്ടൂൺ ഉണ്ടാക്കുന്നത് എന്നുകൂടി പറഞ്ഞ് നമുക്ക് നേരെ വരയിലേക്ക് കടക്കാം. ഇങ്ങനെ എഴുതിയിട്ട് ഇതിനെ കിളിയാക്കാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എങ്ങനെയാണ് ഒരു കാർട്ടൂൺ ഉണ്ടാക്കുക എന്ന് പറയാം. ഈ കിളി എന്താണ് ചെയ്യുന്നത്? നടക്കുന്നു. ഇപ്പോഴോ? എന്താണ് കിളി കരയാൻ കാരണം? കിളി കരയാൻ കാരണം എന്താണ്? അമ്മയെ കാണാനില്ല. പിന്നെ എന്താ? വിശക്കുന്നു. പിന്നെ വേറെ ചിറകുകളുണ്ട്. ചിറകുകൾ കരിഞ്ഞുപോയി, പറക്കാൻ കഴിയുന്നില്ല. ഓക്കെ, കിളിയുടെ കൂട് തകർന്നു എന്ന് ഞാനൊരു ഇത് വരച്ചു. അതുകൊണ്ടാണ് കിളി കരയുന്നത്. കൂട് തകർന്നപ്പോൾ എന്താ സംഭവിച്ചത്? കിളിയുടെ കൂട് തകർന്നപ്പോ മുട്ട പൊട്ടി. ഓക്കെ, ശരി, വെരി ഗുഡ്. മുട്ട പൊട്ടി. എങ്ങനെയാണ് ഈ കിളിയുടെ കൂട് തകർന്നത്? എങ്ങനെയാണ് തകർന്നത്? മരം കാറ്റത്ത് ഒടിഞ്ഞു വീണു, അതല്ലെങ്കിൽ
കാറ്റിൽ ഒടിഞ്ഞു വീണു, അതല്ലാതെ മറ്റൊരു റീസൺ. മരം വെട്ടി. ഓക്കെ, ശരി, വെരി ഗുഡ്. മരം വെട്ടി. ഓക്കെ, ഒരു മരം മാത്രമാണോ വെട്ടിയത്? അല്ല, ഇവിടെ കാരണം വേറെ മരങ്ങളുണ്ടെങ്കിൽ കിളി അവിടെ കൂട് കൂട്ടുമായിരുന്നു അല്ലേ? വേറെയും മരങ്ങൾ വെട്ടി. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ആരാണ് ഈ മരം വെട്ടിയത്? സിംഹമാണോ വെട്ടിയത്? കുരങ്ങനാണോ വെട്ടിയത്? കേൾക്കുന്നില്ല. ജിറാഫാണോ വെട്ടിയത്? അല്ല, ഉറക്കെ പറയണം. ആരാണ്? മാനാണോ? ഉറക്കെ പറയണം, കേൾക്കുന്നില്ല. ആരാണ്? മനുഷ്യനാണോ വെട്ടിയത്? ഓക്കെ 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 ആ ശരി, നമുക്ക് ഇവിടെ ഒരു JCB വരയ്ക്കാം. മനുഷ്യൻ വെട്ടി. എന്തിനാണ് ഈ മനുഷ്യൻ മരങ്ങൾ വെട്ടിയത്? പാവം കിളിയുടെ മരം വീട് വെക്കാനാണോ? ഒരു വീടാണോ വെക്കുന്നത്? പിന്നെ ഒരുപാട് വീടുകൾ വെക്കുന്നു അല്ലേ? ഓക്കെ, കുറേ ഫ്ലാറ്റുകൾ ഇങ്ങനെ വെച്ചു. ശരി, അപ്പോൾ അങ്ങനെ ഇവിടെ ചൂട് കാരണം കിളിക്ക്. ഇനി ഈ ചിത്രം നോക്കൂ, ഇതൊരു വലിയ പോസ്റ്ററാണ് അല്ലേ? വനനശീകരണത്തിനെതിരായിട്ടുള്ള ഒരു പോസ്റ്ററാണ് അല്ലേ? ഇത് പെയിന്റ് അടിച്ച് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളെ പെയിന്റ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് മത്സരങ്ങൾക്കും അല്ലെങ്കിൽ വനനശീകരണത്തിനെതിരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്ററാണ്. നമ്മൾ 1 മിനിറ്റ് കൊണ്ട് വരച്ചത്. നമ്മൾ അവസാനം വരച്ച സൂര്യൻ മായ്ക്കുന്നു, ഫ്ലാറ്റ് മായ്ക്കുന്നു, JCB മായ്ക്കുന്നു, മരങ്ങൾ മായ്ക്കുന്നു, പിന്നെ ഏതാ? മുട്ട, കൂട്, കണ്ണുനീർത്തുള്ളി, കിളി എല്ലാം കഴിഞ്ഞാൽ അവസാനം നമ്മൾ തുടങ്ങിയത് എവിടെയാണ്? ആ അക്ഷരം എഴുതാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഇല്ല. അപ്പൊ അത്രയും സിമ്പിൾ ആണ് കാര്യങ്ങൾ. മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ ഇമാജിനേഷൻ, നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുക, ഉത്തരം കണ്ടെത്തുക, ആ രീതിയിൽ വരച്ചാലാണ് നിങ്ങളുടെ ഇമാജിനേഷൻ വർക്ക് ചെയ്യുക. എല്ലാവരും പേനയും പേപ്പറും എടുക്കൂ. എടുത്തല്ലോ. നമുക്ക് അടുത്തതായിട്ട് കാർട്ടൂൺ വരയ്ക്കാനുള്ള സമയമാണ്. ഇതെല്ലാം നിങ്ങൾ വരയ്ക്കേണ്ടത് എന്താണ് എന്ന് ഞാൻ പറഞ്ഞു തരാം. ഈ ചിത്രം മനസ്സിൽ നിങ്ങൾ ചിന്തിക്കുക. ഇതെന്താണ്? വെള്ളമില്ല, വരൾച്ചയാണ് അല്ലേ? ശരി, ഇതേതാ വർഷം? 100 വർഷം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. എത്ര വർഷം കഴിഞ്ഞാൽ? 100 വർഷം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 100 വർഷം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ നമുക്ക് സയൻസ്, ശാസ്ത്രവും ഒക്കെ ഒരുപാട് വളരും അല്ലേ? അപ്പോൾ ആ സമയത്ത് ഇതിനെ മറികടക്കാനായിട്ട് ഒരുപാട് വലിയ രീതിയിലൊന്നും വരയ്ക്കേണ്ട. നമുക്ക് വരയ്ക്കാനായിട്ടുള്ള സമയം 2 മിനിറ്റോ അല്ലെങ്കിൽ 3 മിനിറ്റോ ആണ്. 3 മിനിറ്റിനകത്താണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. വരയ്ക്കേണ്ടത് സിമ്പിൾ ആയിട്ടുള്ള ഡ്രോയിങ് ആണ്. വരട്ടെ, ക്ലൂ ഉണ്ട്. വരയ്ക്കുന്നതിന് മുമ്പ് ഒരു കുട്ടി വരച്ചത് ഇതാണ്. ഇതെന്താ? അല്ല, മേഘമാണ്. ഇത് മഴ. ആ കുട്ടി വരച്ചത് എന്താണ്? നേരത്തെ കണ്ട കുടങ്ങളുണ്ടല്ലോ, അത് കുട്ടി എന്താ ഉദ്ദേശിച്ചത്? മഴവെള്ളം. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആണ് അല്ലേ? മഴവെള്ളം ശേഖരിക്കണം എന്ന് വരച്ച ഒരു കുട്ടിയുണ്ട്. പിന്നെ അതുകൂടാതെ ഒരു അമ്മയും 2 കുഞ്ഞുങ്ങളും. അതായത് അമ്മ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇതാണ് അമ്മ, ഇത് 2 കുട്ടികൾ. നേരത്തെ നമ്മൾ കണ്ട പൈപ്പിനടുത്തേക്ക് വരികയാണ്. അവർ വന്നപ്പോൾ എന്ത് കണ്ടു? വെള്ളമില്ല. അപ്പൊ എന്ത് ചെയ്തു? അമ്മയ്ക്ക് കരച്ചിൽ വന്നു. അമ്മ കരയാൻ തുടങ്ങി. അപ്പൊ കുട്ടികൾ എന്ത് ചെയ്തു? കുടമെടുത്തിട്ട് എന്ത് ചെയ്തു? എന്ത് ശേഖരിച്ചു? കണ്ണീര് ശേഖരിച്ചത് വരച്ച കുട്ടികളുണ്ട്. വേറൊരു കുട്ടി വരച്ചത് സൂര്യൻ, വലിയ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നല്ല ചൂടായി നിൽക്കുന്ന ഒരു സൂര്യൻ സ്ട്രോ ഉപയോഗിച്ച് ഭൂമിയിലെ വെള്ളം മുഴുവൻ വലിച്ചെടുക്കുന്നത് വരച്ച കുട്ടികളുണ്ട്. മനസ്സിലായോ? ടാബ്ലറ്റുകൾ, വെള്ളത്തിൻ്റെ, ഇപ്പൊ നമ്മൾ ATM-ൽ നിന്ന് പൈസ എടുക്കുന്നുണ്ടല്ലോ, അതുപോലെ ഭാവിയിൽ വെള്ളത്തിൻ്റെ ഗുളികകൾ നമുക്ക് ATM-ൽ നിന്ന് എടുക്കേണ്ടി വരുമെന്ന് വരച്ച കുട്ടികളുണ്ട്. അതല്ലെങ്കിൽ അന്യഗ്രഹത്തിൽ നിന്ന്, വെള്ളമുള്ള അന്യഗ്രഹത്തിൽ നിന്ന് ഒരു പൈപ്പ് കണക്ഷൻ എടുത്ത് നമുക്ക് ഭൂമിയിലേക്ക് കൊണ്ടുവരാം എന്ന് വരച്ച കുട്ടികളുണ്ട്. അതുപോലെ നമ്മുടെ തലയിൽ ഒരു മൈക്രോ ചിപ്പ് ഘടിപ്പിക്കാം, വിശപ്പും ദാഹവും അറിയാതിരിക്കാനുള്ള എന്ന് വരച്ച കുട്ടികളുണ്ട്. ഒരു റോബോട്ടിനെ ഡിസൈൻ ചെയ്ത കുട്ടികളുണ്ട്. റോബോട്ട് ഇടത് കൈ കൊണ്ട് പിന്നെ വേസ്റ്റ് വാട്ടർ എടുക്കുന്നു, ഇവിടെ പ്രോസസ്സ് ചെയ്തിട്ട് വലത് കൈയിലൂടെ ശുദ്ധമായ വെള്ളം വരയ്ക്കും എന്ന് പറഞ്ഞ കുട്ടികളുണ്ട്. അടുത്ത ലോക മഹായുദ്ധം വെള്ളത്തിന് വേണ്ടിയാണ് എന്ന് വരച്ച കുട്ടികളുണ്ട്. മനസ്സിലായോ? നമ്മുടെ ഭൂമിയിലെ വെള്ളം മുഴുവൻ എടുക്കാനായിട്ട് അന്യഗ്രഹ ജീവികൾ ഭൂമിയിലേക്ക് വരികയും അവർ ഭൂമിയിലെ വെള്ളം എടുത്തു കൊണ്ടുപോയിട്ട് അവിടെ പ്രോസസ്സ് ചെയ്തിട്ട് അത് ബോട്ടിൽ ഡ്രിങ്ക് ആക്കിയിട്ട് ഭൂമിയിൽ തന്നെ വിൽപ്പനയ്ക്ക് വെക്കും എന്ന് വരച്ച കുട്ടി. ഇതെല്ലാം സിമ്പിൾ ഡ്രോയിങ്സ് ആണ്. മനസ്സിലായോ? എനിക്കറിയേണ്ടത് 3 മിനിറ്റ് കൊണ്ട് ഇതിൽ നിങ്ങൾക്ക് വരയ്ക്കാവുന്ന നിങ്ങളുടെ കയ്യിലുള്ള പേപ്പറിൽ നിങ്ങൾക്ക് ഒരു ആശയത്തിൻ്റെ ഒരു റഫ് രൂപം എങ്ങനെ വരച്ചിടാം എന്നുള്ളതാണ്. നമ്മുടെ സമയം തുടങ്ങുകയാണ്. ഇനിയുള്ള 3 മിനിറ്റിനകത്ത് നിങ്ങൾ വരച്ചോളൂ. ആശയം എല്ലാവർക്കും മനസ്സിലായല്ലോ?
ഐഡിയ ആദ്യം വരച്ച് കഴിഞ്ഞ ആള് ഇങ്ങ് വരണം കേട്ടോ. ഓക്കെ, 3 minutes ആണുള്ളത്. ശരി, റെഡി? വരൂ. രണ്ടാമത്തെ മിനിറ്റിൽ ഒരാൾ വരച്ചു, കഴിഞ്ഞില്ല. വരൂ മോൻ, വരൂ. 2 മിനിറ്റിൽ വരച്ച ഒരു മിടുക്കനുണ്ട്. ഒരു നല്ല ക്ലാപ്പ് കൊടുക്കണം. 2 മിനിറ്റിൽ വരച്ച ആള്. അവന്റെ പേരെന്താ? അദ്വിക്. അദ്വിക് ആണ് വരച്ചത്. അദ്വിക് വരച്ചത് നോക്കൂ. അദ്വിക് വരച്ച ചിത്രം മഴവെള്ള സംഭരണം തന്നെയാണ്. മേഘങ്ങളുണ്ട്, ഒരു വാക്ക് പോലും എഴുതിയിട്ടില്ല അദ്വിക്. മേഘങ്ങളുണ്ട്, മഴ പെയ്യുന്നു. അദ്വിക് 2 കുട്ടികളാണ് ഇവിടെ ഉള്ളത്. ഈ 2 കുട്ടികളും ശേഖരിക്കുന്നുണ്ട്. പക്ഷേ ഒരു അഡീഷനും കൂടെ അദ്വിക് വരച്ചിട്ടുണ്ട്. ഈ ശേഖരിച്ച വെള്ളത്തിനായിട്ട് ഇവർ തമ്മിൽ അടിയുണ്ടാവുന്നു, തർക്കമുണ്ടാവുന്നു. ഓക്കെ, വെരി ഗുഡ്. 2 മിനിറ്റ് കൊണ്ട് വരച്ച ചിത്രമാണ്. നല്ലൊരു ക്ലാപ്പ് കൊടുക്കണം അദ്വികിന്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി ആരാ? അടുത്ത ആൾ വന്നോളൂ. വരൂ. 3 മിനിറ്റായി. 3 മിനിറ്റിൽ വരച്ച ആരൊക്കെയുണ്ട്? വരൂ. ഇയാൾ വരച്ചല്ലോ, കുഴപ്പമില്ല, പൂർത്തിയാക്കണ്ട, പോന്നോ. പേര്? തേജസ് കൃഷ്ണ. ഏത് സ്കൂളാണ് മോനെ? GLPS മച്ചേരി. ഓക്കെ. തേജസ് വരച്ച ചിത്രം ഒരു പോസ്റ്റർ പോലെയാണ്. അന്യഗ്രഹത്ത് ഒരു പറക്കും തളികയാണത്. ഒരു പറക്കും തളികയിൽ അന്യഗ്രഹ ജീവികൾ വന്ന് ഭൂമിയിലെ മുഴുവൻ വെള്ളവും എടുത്തുകൊണ്ടു പോകുന്നതാണ്. അവരൊരു പൈപ്പ് ഇട്ട് തിരിച്ച് എടുത്തുകൊണ്ടു പോകുന്ന ചിത്രമാണ് തേജസ് വരച്ചത്. വെരി ഗുഡ്. 3 മിനിറ്റിൽ ഒരുപാട് പേര് വന്നു. നമ്മുടെ നേരത്തെ നമ്മൾ വരച്ച മോളുടെ പേര് ദേവനന്ദ എസ് അശോക് ആണ് വരച്ചത്. സൂര്യൻ, നമ്മൾ നേരത്തെ കണ്ട പൈപ്പിലുള്ള ആ അവസാന തുള്ളി വെള്ളവും സൂര്യൻ വന്ന് കുടിക്കുന്നതായിട്ടുള്ള ചിത്രമാണ് ദേവനന്ദ വരച്ചിട്ടുള്ളത്. ഓക്കെ, വെരി ഗുഡ്. അടുത്തത് പൂർണിമ ആർ മഹേഷിന്റെ ചിത്രമാണ്. അതും സൂര്യൻ തന്നെയാണ്. സൂര്യൻ, നമ്മൾ നേരത്തെ കണ്ട പൈപ്പിലെ അവസാന തുള്ളി വെള്ളവും സൂര്യൻ വലിച്ചു കുടിക്കുന്ന ചിത്രമാണ് പൂർണിമ ആർ മഹേഷ് വരച്ചിട്ടുള്ളത്. വെരി ഗുഡ് കേട്ടോ മോളെ. 3 മിനിറ്റ് കൊണ്ട് വരച്ചാണ്. നീഹാരയല്ലേ? നീഹാര ബാലൻ വരച്ചത് വരൾച്ചയാണ്. നീഹാരബാല ആർ അല്ലേ? ശരിയല്ലേ? നീഹാരബാല ആർ വരച്ചത് പാടങ്ങളെല്ലാം വറ്റി വരണ്ടിരിക്കുന്ന ചിത്രമാണ്. പുഴയാണ് അത്, പാടങ്ങളല്ല. ഒരു പുഴ വറ്റി വരണ്ട് മരുഭൂമി ആയിരിക്കുന്ന ചിത്രമാണ് നീഹാരബാല വരച്ചത്. ഒരക്ഷരം പോലും ഈ കുട്ടികൾ ആരും ഇതുവരെ എഴുതിയിട്ടുള്ള ചിത്രങ്ങളിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അടുത്ത ആള് ആദിനാഥ് വരച്ചത് നേരത്തെ 2 കുട്ടികൾ വരച്ച പൂർണിമയും മറ്റൊരു കുട്ടിയും വരച്ച ചിത്രമാണ്. സൂര്യൻ പൈപ്പിൽ നിന്നുള്ള വെള്ളം എടുക്കുന്നത്. വെരി ഗുഡ്. മിന്ന വരച്ച ചിത്രം നോക്കൂ. അടുത്തതായിട്ട് ഒരു ബോട്ടിൽ. ഇപ്പൊ നമ്മൾ കുപ്പി വെള്ളം വാങ്ങുന്നുണ്ട് അല്ലേ? ഭാവിയിൽ കുപ്പിവെള്ളത്തിന്റെ വില 1 ലക്ഷമാവും, 75,000 ആവും. മിനി ബോട്ടിലിന് 50,000 ആവും. അത് ഒരു ഐഡിയ. രണ്ടാമത്തെ ഐഡിയ, ഈ വെള്ളം മോഷ്ടിച്ച ആൾക്ക്, ഈ വെള്ളം കള്ളം കൊണ്ടുപോയി, ആ മോഷ്ടിച്ച ആൾക്ക് വധശിക്ഷ വിധിക്കുന്ന ചിത്രമാണ് മിന്ന വരച്ചിട്ടുള്ളത്. ഓക്കെ, വെരി ഗുഡ് മിന്ന. നമ്മുടെ കുട്ടികൾ 1-2 മിനിറ്റുകൾ കൊണ്ട് ഉണ്ടാക്കുന്ന ആശയങ്ങളാണ് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ദേവനാരായണൻ IP അല്ലേ? ദേവനാരായണൻ വരച്ചത് കടലാണ്. വെള്ളം തേടി പോകുന്ന ആളാണോ ഇത്? വെള്ളം തേടി പോകുന്ന ആളാണ്. പക്ഷെ സൂര്യൻ അവിടെ ഈ വെള്ളം വലിയ ഊർജത്തോടെ വറ്റിച്ചെടുക്കുന്ന സൂര്യനെയാണ് ദേവനാരായണൻ വരച്ചിട്ടുള്ളത്. അടുത്ത ആള്. ഇത് കുറച്ചുകൂടെ, മോളുടെ പേരെന്താ മോളെ? പേര് എഴുതിയിട്ട് ദേവാമൃത അല്ലേ? ഇവിടെ ഈ വെള്ളത്തിൽ ഇതെന്താണ് ചെയ്യുന്നത്? ഒരു കുട്ടി വെള്ളം എടുക്കണേ, ഒരു കുട്ടി വെള്ളം എടുക്കാൻ പോകുന്നു, അടുത്തതായിട്ട് എടുക്കാൻ പോകുന്നു അല്ലേ? ഓക്കെ. കുറച്ച് ഡീറ്റെയിലിംഗ് ഉണ്ട്. ചെറിയ ചിത്രമാണെങ്കിലും
ആ ഫിഗേഴ്സ് ഒക്കെ നന്നായിട്ട് വരച്ചിട്ടുണ്ട് ദേവാമൃത. വെള്ളത്തിന്റെ ഇതായിട്ടുള്ള ചിത്രം തന്നെയാണ് വരച്ചത്. വെരി ഗുഡ് കേട്ടോ. മോൾ ഡാൻസ് ഉണ്ടോ ഇപ്പോൾ? ആ വെരി ഗുഡ്. ഇത് ഇവര് തർക്കമാണോ, യുദ്ധം ആണോ? അടി വരാനായിട്ട്, പിന്നെ വെള്ളം ശേഖരിക്കാനായിട്ട് വരും. ആ വെള്ളം ശേഖരിക്കാനായിട്ട്. മോളുടെ പേര് എഴുതിയില്ല അതിനകത്ത്. പേര് പറഞ്ഞോളൂ. അഞ്ജന. ഏത് സ്കൂളാ? GLPS പാങ്ങോട്. ഓക്കെ വെരി ഗുഡ്. ആ ഇതാ അഞ്ജനയുടെ ചിത്രം കിട്ടിയല്ലോ അല്ലേ? ഓക്കെ. ആ മോൻ്റെ നിലോഷ്, മോൻ പറയൂ. വെള്ളത്തിന് വേണ്ടി യുദ്ധം ഉണ്ടാക്കുന്നത്. ആ വെരി ഗുഡ്. വെള്ളത്തിന് വേണ്ടി യുദ്ധം ഉണ്ടാവുന്നതാണ് നിലോഷ് വരച്ചിട്ടുള്ളത്. വലിയൊരു കൈയടി കൊടുക്കാം. വെരി ഗുഡ്. ശരി. അപ്പോൾ നമ്മുടെ കുട്ടികൾ 2-3 മിനിറ്റ് കൊണ്ട് ഇത്രത്തോളം ചിത്രങ്ങൾ എങ്ങനെയാണ് ഇവർക്ക് വരയ്ക്കാൻ സാധിച്ചത്? അത് മുതിർന്നവർ കണ്ടു പഠിക്കേണ്ട കാര്യമാണ്. കുട്ടികളുടെ ചിന്താരീതിയും മുതിർന്നവരുടെ ചിന്താരീതിയും വ്യത്യസ്തമാണ്. ഇവിടെ ബോർഡിൽ നോക്കൂ, 9 കുത്തുകളാണുള്ളത് അല്ലേ? 4 വരകൾ കൊണ്ട് ഈ 9 വരകളെയും കണക്ട് ചെയ്യണം. 5ാമതൊരു വര വരയ്ക്കാൻ പാടില്ല. 4 വരകൾ. ആ ഒരു വര വരച്ചാൽ അതിന് തുടർച്ചയായിട്ട് പേപ്പറിൽ നിന്ന് പേന എടുക്കാതെ വേണം അടുത്ത വര വരയ്ക്കാനായിട്ട്. ആർക്കാണ് ഇത് വരയ്ക്കാൻ സാധിക്കുന്നത്? 4 വരകൾ മാത്രം ഉപയോഗിക്കാം. 9 ഡോട്ടിനെ കണക്ട് ചെയ്യണം. കുട്ടികളുടെ ചിന്ത വ്യത്യസ്തമാണ്. നമ്മൾ തിങ്ക് ഔട്ട്സൈഡ് ദ ബോക്സ് എന്ന് പറയാറില്ലേ? അതുപോലെ ചിന്തിച്ചാൽ മാത്രമേ ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടൂ. ചോദ്യത്തിൻ്റെ ഒരു പ്രശ്നത്തിനകത്ത് നിന്ന് പ്രശ്നം പരിഹരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത് പരിഹരിക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ആരെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടോ? ഇല്ല. നോക്കൂ, ശ്രമിച്ചു നോക്കിയോ നിങ്ങൾ എല്ലാവരും? കുറച്ചൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും അല്ലേ? ശരിയല്ലേ? ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് വരയ്ക്കാൻ പറ്റാത്തത്? നിങ്ങൾ ഇവിടെ വരയ്ക്കാനാണ് ശ്രമിച്ചത്, ശരിയല്ലേ? ഇതിനകത്തല്ലേ വരയ്ക്കാൻ ശ്രമിച്ചത്? ആ ചിന്ത മാറ്റിയിട്ട് വര ഇവിടെ നിന്ന് ഈ പ്രശ്നത്തിന് പുറത്തേക്ക് നമ്മൾ കടന്ന് ചിന്തിച്ചാൽ 1, 2, 3, 4 ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് അതിനെ വരയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കുട്ടികൾ നമ്മുടെ എല്ലാ പരിധിക്കും അപ്പുറത്ത് ചിന്തിക്കുന്ന അസാമാന്യമായ ഭാവനകൾ ഉള്ളതാണ് എന്ന് അവർ ഈ വേദിയിൽ തെളിയിച്ചു കഴിഞ്ഞു. 2-3 മിനിറ്റ് കൊണ്ട് പറക്കും തളികയും അന്യഗ്രഹവും ഒക്കെയുള്ള അല്ലെങ്കിൽ യുദ്ധവും ഒക്കെ അവർ ഈ വേദിയിലേക്ക് കൊണ്ടുവന്നു. 3 മിനിറ്റ് കൊണ്ട് അവർ വരച്ച ചിത്രങ്ങൾ നമ്മൾ കണ്ടതാണ്. ഈ കുട്ടികൾക്ക് ഇനിയും ഒരുപാട് ചിന്തിക്കാനും വരയ്ക്കാനും ഒക്കെയുള്ള അവസരം ഉണ്ടാവട്ടെ. എല്ലാവരും പേപ്പറും പേനയും താഴെ വയ്ക്കും. നേരത്തെ നമ്മൾ നടത്തിയ ആ എക്സസൈസ് ഇപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. റെഡിയാണോ? റെഡി? 1, 2, 3, 4. ഓക്കെ, താങ്ക് യു.